ഹായ് ഗായ്സ്, തൊയ്യബ് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു സിനിമ ഡെത്ത് ന്യൂസുമായാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. നവാസ്, കലാഭവൻ നവാസ് എന്ന് പറഞ്ഞ വ്യക്തി 51കാരനാണ്. മരണവിവരം രാത്രി 9 മണിയോടെ എന്നാണ് 24 ലൈവിൽ കൊടുത്തിരിക്കുന്നത്. കലാഭവൻ നിയാസും കലാഭവൻ നവാസും തമ്മിലുള്ള ആ ഒരു കെമിസ്ട്രി നമുക്കറിയാം. കലാകാരന്മാരെല്ലാവരും ഉപ്പുമുളകിലെ പടവളം കുട്ടമ്പിള്ള എന്ന് പറയുന്ന ആ ക്യാരക്ടറും എന്ന് വെച്ചാൽ അങ്ങനത്തെയുള്ള പ്രശസ്തമായ കലാകാരങ്ങളെല്ലാവരും മണ്ണിലേക്ക് മറയുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇത് ഒരു റെസിഡൻസിയിലാണ് കലാഭവൻ നവാസിന്റെ കാര്യങ്ങൾ നമ്മൾ കാണുന്നത്. നമുക്ക് അതിനെക്കുറിച്ച് ഒന്ന് കാണാം. തന്നെയാണ് കഴിഞ്ഞ ജൂൺ 25 മുതൽ പ്രകമ്പനം എന്ന സിനിമയുടെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് നവാസ് ഇവിടെ ചോറ്റാനിക്കരയിലെ വൃന്ദാവൻ റെസിഡൻസി എന്ന ഹോട്ടലുണ്ട്. ഇവിടെ 209 നമ്പർ മുറിയിലാണ് അദ്ദേഹം കഴിഞ്ഞ ഒരാഴ്ച കാലമായി തന്നെ താമസിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് സിനിമയുടെ അവസാന ഷൂട്ടിംഗ് ദിവസമായിരുന്നു. ഷൂട്ടിംഗിന്റെ അവസാന ദിവസമായിരുന്നു. ഷൂട്ടിങ്ങിന് ശേഷം അദ്ദേഹം റൂമിലേക്ക് തിരിച്ചെത്തി. തുടർന്ന് 9 മണിയോടുകൂടി ചെക്ക്ഔട്ട് ചെയ്യേണ്ട സമയം കഴിഞ്ഞിട്ടും കാണാത്തതിനെ തുടർന്ന് വന്ന് ഹോട്ടൽ ജീവനക്കാർ തന്നെ മുറി തുറന്ന് നോക്കിയപ്പോഴാണ് ഇദ്ദേഹത്തെ കുഴഞ്ഞു വീണ നിലയിൽ കണ്ടെത്തിയത്. അദ്ദേഹത്തിന്റെ മൃതദേഹം ആദ്യമായി കണ്ടെത്തിയ അല്ലെങ്കിൽ അദ്ദേഹത്തെ കുഴഞ്ഞു വീണ നിലയിൽ കണ്ടെത്തിയ റൂബോയാണ്. എപ്പോഴായിരുന്നു നവാസിന്റെ മൃതദേഹം കണ്ടെത്തിയത്? 9 kilo kian और वही सारी इनके पारिया से चेकआउट को रूम चेकआउट ते यानी ले आके वही दे फिर पहले ഇവിടെ കുറച്ചു तो പിന്നെ കലാകാരന്മാരെല്ലാവരും വെയിറ്റ് ചെയ്യാം. ഇവിടെ ഡോർ ഇല്ല, ഓപ്പൺ ഇല്ല. നോക്കിയാണ് ഡോർ ഓപ്പൺ ചെയ്തിട്ട് അവിടെ ഉണ്ടോ ചിലപ്പോ അങ്ങനെയാണ് ഗൂഗിൾ ഏകദേശം 9-10 മണിയോടുകൂടി ഇദ്ദേഹം ഇവിടെ വരുന്നു. ചെക്ക്ഔട്ട് ചെയ്യുന്ന സമയമായിട്ടും അദ്ദേഹത്തെ കാണാത്തതിനെ തുടർന്ന് ഡോർ അകത്ത് നിന്ന് തുറന്ന നിലയിലായിരുന്നു. അദ്ദേഹം റൂം തുറന്ന് നോക്കുമ്പോഴായിരുന്നു തറയിൽ വീണ് കിടക്കുന്ന നിലയിലാണ് അദ്ദേഹത്തെ കുഴഞ്ഞു നിലയിലായിരുന്നു. തുടർന്ന് ഹോട്ടൽ ജീവനക്കാർ തന്നെയാണ് അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. കണ്ടെത്തുന്ന സമയത്ത് അബോധാവസ്ഥയിൽ തന്നെയായിരുന്നുവെന്നാണ് ഇദ്ദേഹം പറയുന്നത്. തുടർന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ തുടർന്നാണ് ഇവിടെ ഹോട്ടൽ ജീവനക്കാരെത്തി റൂം പരിശോധിച്ചത്. ആ സമയത്താണ് അദ്ദേഹത്തെ ഈ അബോധാവസ്ഥയിൽ കണ്ടെത്തിയത്. തീർച്ചയായും എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് ഈ ഒരു വാർത്ത വരുന്നത്. അപ്രതീക്ഷിതമായ ഒരു വിയോഗമാണ്. ഷൂട്ടിംഗ് പൂർത്തിയാക്കി ഇന്ന് പാക്കപ്പ് ദിനമായിരുന്നു, പാക്കപ്പായിരുന്നു. അതിനുശേഷം വീട്ടിലേക്ക് മടങ്ങാൻ 9 മണിയോടുകൂടി ചെക്ക്ഔട്ട് ചെയ്യുമെന്ന് പറഞ്ഞതുമാണ് ആ ഹോട്ടൽ ജീവനക്കാരനാണ്, റൂബോയാണ് പറഞ്ഞത്. അദ്ദേഹത്തെ ഈ അബോധാവസ്ഥയിൽ മുറിയിൽ കണ്ടെത്തിയ റൂബോയാണ് അല്പം മുമ്പ് സൂര്യശ്രീയുമായിട്ട് സംസാരിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും. അപ്പോ കലാഭവൻ നവാസിന്റെ വിരഹം അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനായ നിയാസിന് വളരെ വലിയൊരു നഷ്ടമാണ് മലയാള സിനിമകളിൽ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കലാഭവൻ നവാസ് അന്തരിച്ചു എന്ന് പറയുന്നത് ഒരു നട്ടലിലാണ് പ്രേക്ഷകർ. കാരണം ഇത്തരത്തിലുള്ള 51കാരനായിട്ടും ഒരു രോഗം പോലും ഇല്ലാത്തവർ പെട്ടെന്ന് പോയി എന്ന് പറയുന്ന ആ വാർത്ത കേൾക്കുമ്പോൾ ആരുടെയും മനസ്സൊന്ന് പിടയും, നമ്മുടെ മനസ്സും ഒന്ന് പിടഞ്ഞിട്ടുണ്ട്. കലാഭവൻ നവാസ് എന്ന് പറയുന്ന ഒരു ചോറ്റാനിക്കരയിലാണ് അദ്ദേഹം ഹോട്ടലിൽ മരിച്ച നിലയിൽ നമ്മൾ കണ്ടത്. അദ്ദേഹം ഒരു വളരെ പ്രയാസം തന്നെയാണ് അത്. ശരീരം നാളെ വൈകിട്ട് 4 മണി മുതൽ 5:30 വരെ പ്രദർശന സമയമാണ്. ഇന്നാണ് അത് സംഭവിച്ചത്. അതിനുശേഷം അവിടെ ആലുവ ജുമാ മസ്ജിദിൽ മറവ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. പോസ്റ്റ്മോർട്ടം നടന്നു. 10 മണിയാകുമ്പോഴേക്കാണ് അവർ ഇൻക്വസ്റ്റ് എല്ലാം തയ്യാറായി കഴിയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പോസ്റ്റ്മോർട്ടത്തിന്റെ സമയം. അതിനുശേഷം കുടുംബക്കാർ മാത്രം അവിടെ ചെന്ന് ബാക്കി
എല്ലാവർക്കും പുതുവർഷം സുഹൃത്തുക്കളോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾക്കും ഞങ്ങൾക്കെല്ലാവർക്കും അദ്ദേഹത്തെ കുറിച്ചുകൊണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഇതൊരു പ്രത്യേക അറിയിപ്പായിട്ട് എടുക്കുക. എല്ലാവരും എത്തിയിരുന്നു, കലാകാരും എല്ലാവരും അദ്ദേഹത്തെ ഒന്ന് കാണാൻ, അദ്ദേഹത്തിൻ്റെ അവസാന നിമിഷങ്ങളൊന്നും ഇതാക്കാൻ എല്ലാവരും അതിൻ്റെതായ ടെൻഷനിലൂടെ തന്നെയാണ്. ദിലീപ് ഉൾപ്പെടെ ഉള്ള എല്ലാ കലാകാരന്മാരും കലാഭവൻ നവാസിനെ കാണാൻ ആ ഒരു പരിസരത്ത് എത്തിയിരുന്നു എന്നതാണ്. അതാണ് കലാകാരന്മാരുമായുള്ള ഒരു ബോണ്ടിങ്. ആ ബോണ്ടിങ് അവർക്ക് എന്നും ഉണ്ടാവും. അവർ എന്നും അനുകരിക്കുന്ന വ്യക്തികളിൽപ്പെട്ടവരാണ് കലാകാരൻ എന്ന് പറയപ്പെടുന്നത്. അവരുടെ വിയോഗം നമുക്ക് മനസ്സിനെ ഉലക്കുന്നതാണ്, മനസ്സിനെ വിങ്ങിലാക്കുന്നതാണ്. അപ്പോൾ ഇദ്ദേഹത്തെ പോലുള്ള നല്ല നല്ല കലാകാരന്മാർ മണ്ണിൽ നിന്ന് വിടപാകുമ്പോൾ നമുക്കുണ്ടാകുന്ന വേദന എത്ര വലിയതാണ് എന്നത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഒരുപാട് കാര്യങ്ങൾ നമുക്കിതിലൂടെ പറയാനുണ്ട്. പക്ഷേ അദ്ദേഹത്തെ ആദരാഞ്ജലികൾ അദ്ദേഹത്തിന് രാജീവ് എന്ന് പറഞ്ഞ് ഈ ലോകത്തുനിന്ന് പറഞ്ഞു വിടാതെ മറ്റൊരു വഴികളും നമുക്ക് കാണാൻ കഴിയുന്നു. വളരെ പ്രയാസമുണ്ട് അദ്ദേഹത്തെ പോലുള്ള ഒരു കലാകാരൻ മലയാള സിനിമകൾക്ക് നഷ്ടം സംഭവിച്ചല്ലോ എന്ന് ആലോചിക്കുമ്പോൾ. ഒരു കൊമേഡിയനാണ്, ഒരു നന്നായി ചിരിപ്പിക്കാൻ ആസ്വദിപ്പിക്കാൻ കഴിയുന്നവരാണ്. അദ്ദേഹത്തെ പോലുള്ളവർ ഈ ലോകം വിട്ടു